ഹായ്, പുതിയ കാഴ്ചകളിലേക്ക്, പുതിയ ദൂരങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സ്വിസ് സഞ്ചാരി. ഇന്ത്യയുടെ രാഷ്ട്രപതി ഭവനിൽ സ്ഥിതി ചെയ്യുന്ന പ്രകൃതി സൗന്ദര്യത്തിന്റെയും പാരമ്പര്യത്തിന്റെയും അപൂർവ സംഗമമായ അമൃത് ഉദ്യാനത്തിലേക്ക് സ്വാഗതം. ഡൽഹിയിലെ രാഷ്ട്രപതി ഭവന്റെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഈ മനോഹര ഉദ്യാനം ഒരു കാലത്ത് മുഗൾ ഗാർഡൻസ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് 2023 ജനുവരിയിലാണ് ഈ ഉദ്യാനം അമൃത് ഉദ്യാൻ എന്ന പേര് നൽകിയത്. 1917 പ്രശസ്ത ബ്രിട്ടീഷ് ശില്പി സർ എഡ്വിൻ ലൂട്ടൻസ് ആണ് അമൃത് ഉദ്യാനത്തിന്റെ രൂപകൽപ്പന നിർവഹിച്ചത്. ലേഡി ഹാർഡിഞ്ചിനു വേണ്ടിയാണ് ഈ ഉദ്യാനം നിർമ്മിക്കുന്നത്. ജമ്മു കാശ്മീരിലെ മുഗൾ ഗാർഡനുകളിൽ നിന്നും താജ്മഹലിന് ചുറ്റുമുള്ള പൂന്തോട്ടങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. മുഗൾ ശൈലിയുടെയും ബ്രിട്ടീഷ് ഉദ്യാന കലാഭംഗിയുടെയും ഒരു അപൂർവ സമന്വയമാണിത്. ഏകദേശം 15 ഏക്കറിലധികം വിസ്തൃതിയുള്ള ഈ ഉദ്യാനം രാഷ്ട്രപതി ഭവന്റെ ആത്മാവായി നിലകൊള്ളുന്നു. ഈ ഉദ്യാനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടത്തെ പുഷ്പ വൈവിധ്യമാണ്. 159 ഇനത്തിലുള്ള 10,000-കണക്കിന് റോസാപ്പൂക്കൾ ഇവിടെയുണ്ട്. മദർ തെരേസ, രാജാറാം മോഹൻ റോയ്, ജോൺ എഫ് കെന്നഡി, ക്രിസ്റ്റ്യൻ ഡിയോർ തുടങ്ങിയ പ്രശസ്ത വ്യക്തികളുടെ പേരിലുള്ള റോസുകൾ നമുക്കിവിടെ കാണാം. കറുത്ത നിറത്തിലുള്ള റോസാപ്പൂക്കളും ഇവിടത്തെ ആകർഷണമാണ്. റോസുകൾക്ക് പുറമെ നെതർലാൻഡ്സിൽ നിന്നും കൊണ്ടുവന്ന പ്രത്യേകതരം ടുലിപ്പുകൾ, ഡെയ്സി, പാൻസി, മാരിഗോൾഡ് തുടങ്ങി 100-ലധികം ഇനങ്ങളിൽപ്പെട്ട സീസണൽ പൂക്കളും ഇവിടെ വിരിയുന്നു. അമൃത് ഉദ്യാനത്തിൽ സന്ദർശകരെ ആകർഷിക്കുന്ന ഒട്ടനവധി പ്രത്യേകതകൾ വേറെയുമുണ്ട്. അപൂർവമായ ഔഷധ ഗുണമുള്ള സസ്യങ്ങളുടെയും സുഗന്ധ സസ്യങ്ങളുടെയും വലിയൊരു ശേഖരമായ ഹെർബൽ ഗാർഡൻ, വർഷങ്ങൾ പഴക്കമുള്ള ബോൺസായി വൃക്ഷങ്ങളും വിവിധ രൂപത്തിലുള്ള കാക്ടസുകളും ഇവിടെ ധാരാളമുണ്ട്. വിവിധ മതങ്ങളുമായി ബന്ധപ്പെട്ടതും പവിത്രമായി കരുതപ്പെടുന്നതുമായ സസ്യങ്ങൾ ഇവിടത്തെ സ്പിരിച്വൽ ഗാർഡനിൽ സംരക്ഷിച്ചിരിക്കുന്നു. വെളിച്ചത്തിനും സംഗീതത്തിനുമൊപ്പം ചലിക്കുന്ന ജലധാരകൾ സന്ദർശകർക്ക് വശ്യമായ ഒരു അനുഭവം സമ്മാനിക്കുന്നു. പ്രകൃതിദത്തമായ അന്തരീക്ഷമായതിനാൽ 60-ലധികം ഇനം പക്ഷികളും അപൂർവ ഇനം ചിത്രശലഭങ്ങളും ഇവിടെ സ്വതന്ത്രമായി വിഹരിക്കുന്നു. എല്ലാ വർഷവും വസന്തകാലത്ത്, പ്രത്യേകിച്ച് ജനുവരി അവസാനം മുതൽ മാർച്ച് വരെ അമൃത് ഉദ്യാനം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കുന്നു. ഇതിനെ ഉദ്യാനോത്സവം എന്നറിയപ്പെടുന്നു. പ്രവേശനം പൂർണ്ണമായും സൗജന്യമാണ്. എന്നാൽ രാഷ്ട്രപതി ഭവന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടതുണ്ട്. തിങ്കളാഴ്ചകളിൽ അറ്റകുറ്റപ്പണികൾക്കായി പാർക്കിന് അവധിയായിരിക്കും. ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകവും പ്രകൃതി സൗന്ദര്യവും ഒരുമിച്ച് അനുഭവിക്കുവാൻ കഴിയുന്ന അപൂർവ ഇടങ്ങളിൽ ഒന്നാണ് അമൃത് ഉദ്യാൻ. ഇത് വെറുമൊരു പൂന്തോട്ടം മാത്രമല്ല, ഭാരതത്തിന്റെ ചരിത്രവും കലയും പ്രകൃതിയും ചേർന്ന ഒരു ജീവനുള്ള സ്മാരകമാണ്. ഡൽഹി സന്ദർശിക്കുമ്പോൾ ഈ അത്ഭുതകരമായ ഉദ്യാനം നേരിട്ട് കാണാൻ ആരും മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലെയുള്ള കൂടുതൽ വിജ്ഞാനപ്രദമായ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. മറ്റൊരു പുത്തൻ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും സ്വിസ് സഞ്ചാരിയുടെ നല്ല നമസ്കാരം. ഗുഡ് ബൈ.